നമസ്കാരം, പീസ് ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LGS മാരത്തോൺ 100 ഡേയ്സ് ചലഞ്ചിന്റെ ഡേ 15 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LGS മാരത്തോൺ 100 ഡേയ്സ് ചലഞ്ച് ഡേ 15 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള കായിക മേഖലയാണ്. 5 മാർക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. വ്യക്തമായിട്ട് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ് PSC കേരള കായിക മേഖല. അപ്പോൾ എന്തൊക്കെയാണ് കേരള കായിക മേഖലയുമായിട്ട് പഠിക്കുവാനുള്ളതെന്ന് നമുക്ക് നോക്കാം. കേരള കായിക മേഖല. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കായിക വർഷം ആചരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കായിക വർഷം ആചരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ജനകീയ സ്പോർട്സ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ജനകീയ സ്പോർട്സ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കായിക കോളേജുകൾ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കായിക കോളേജുകൾ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കായിക നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കായിക നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. പഠിക്കുക സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒന്നുകൂടി പറയാം. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കായിക വർഷം ആചരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ജനകീയ സ്പോർട്സ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കായിക കോളേജുകൾ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കായിക നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. പഠിക്കുക. കായിക വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കായിക വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കായിക സംഭരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കായിക സംഭരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. പൊതുപരീക്ഷകളിൽ സ്പോർട്സിനായി ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. പൊതുപരീക്ഷകളിൽ സ്പോർട്സിനായിട്ട് ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഗവൺമെന്റ് ജോലികളിൽ കായിക താരങ്ങൾക്ക് സംഭരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഗവൺമെന്റ് ജോലികളിൽ കായിക താരങ്ങൾക്ക് സംഭരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഇമ്പോർട്ടന്റ് ആണ്. PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കായിക വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കായിക സംഭരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. പൊതുപരീക്ഷകളിൽ സ്പോർട്സിനായി ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഗവൺമെന്റ് ജോലികളിൽ കായിക താരങ്ങൾക്ക് സംഭരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. പഠിക്കുക. സ്പോർട്സ് ലോട്ടറി ആദ്യമായി കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം. സ്പോർട്സ് ലോട്ടറി ആദ്യമായി കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സ് കമ്മീഷനെ നിയമിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്പോർട്സ് കമ്മീഷനെ നിയമിച്ച സംസ്ഥാനം കേരളമാണ്. സ്വന്തമായി കായിക വികസന ഫണ്ടുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. സ്വന്തമായിട്ട് കായിക വികസന ഫണ്ടുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കായിക രംഗത്തെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാർഷിക വേതനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. എന്താ പറഞ്ഞത്? കായിക രംഗത്തെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാർഷിക വേതനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സ്പോർട്സ് ലോട്ടറി ആദ്യമായി കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സ് കമ്മീഷനെ നിയമിച്ച സംസ്ഥാനം കേരളമാണ്. സ്വന്തമായി കായിക വികസന ഫണ്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കായിക രംഗത്തെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാർഷിക വേതനം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. പഠിക്കുക. നമ്മുടെ കേരള കായിക രംഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് കേണൽ ഗോദവർമ്മ രാജ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഗോദവർമ്മ രാജ. ഗോദവർമ്മ രാജയുടെ ജനനം 13 ഒക്ടോബർ 1908 ഗോദവർമ്മയുടെ ജനനം 13 ഒക്ടോബർ 1908 അദ്ദേഹത്തിന്റെ മരണം 30 ഏപ്രിൽ 1971. ഗോദവർമ്മ രാജ ജനിച്ചതെന്ന 13 ഒക്ടോബർ 1908 അദ്ദേഹത്തിന്റെ മരണം 30 ഏപ്രിൽ 1971 ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കോട്ടയമായിരുന്നു. അതായത് ഗോദവർമ്മരാജ് ജനിച്ചത് എവിടെയാണ്? കോട്ടയത്തായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പൂഞ്ഞാർ കൊട്ടാരത്തിലായിരുന്നു കേട്ടോ അദ്ദേഹം ജനിച്ചത്. കോട്ടയത്ത് പൂഞ്ഞാർ കൊട്ടാരമില്ലേ സുഹൃത്തുക്കളെ? അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഗോദവർമ്മ രാജയുടെ ജന്മസ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അത് കോട്ടയമാണ്. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. ഇമ്പോർട്ടന്റ് ആണ്. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഗോദവർമ്മ രാജയാണ്. ഗോദവർമ്മ രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. ഗോദവർമ്മ രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഗോദവർമ്മ രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 എന്തായിട്ട് ആചരിക്കുന്നത്?
നമ്മുടെ കായിക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ഗോതവർമ്മ രാജയുടെ ജനനം 13 ഒക്ടോബർ 1908 അദ്ദേഹത്തിന്റെ മരണം 30 ഏപ്രിൽ 1971 ഗോതവർമ്മ രാജ ജനിച്ചത് എവിടെയാണ്? കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ കൊട്ടാരത്തിലായിരുന്നു. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോതവർമ്മ രാജ. ഗോതവർമ്മ രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. പഠിക്കുക. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ഗോതവർമ്മ രാജ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ഗോതവർമ്മ രാജ. ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപകൻ ഗോതവർമ്മ രാജ. ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപകൻ ഗോതവർമ്മ രാജ. ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിനെ പിൻകാലത്ത് കേരള സ്പോർട്സ് കൗൺസിൽ എന്ന് പുനർനാമകരണം ചെയ്ത വ്യക്തി ഗോതവർമ്മ രാജ. പഠിച്ചോളനെ, ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിനെ പിൽക്കാലത്ത് കേരള സ്പോർട്സ് കൗൺസിൽ എന്ന് പുനർനാമകരണം ചെയ്ത വ്യക്തി ആരാണ്? ഗോതവർമ്മ രാജയാണ്. തിരുവനന്തപുരത്ത് ടെന്നീസ് ക്ലബിന്റെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിത്വം ഗോതവർമ്മ രാജ. തിരുവനന്തപുരം ടെന്നീസ് ക്ലബിന്റെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിത്വം ഗോതവർമ്മ രാജ. ഒന്നുകൂടി പറയാം. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ഗോതവർമ്മ രാജ. ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപകൻ ഗോതവർമ്മ രാജ. ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിന്റെ പിൽക്കാലത്ത് കേരള സ്പോർട്സ് കൗൺസിൽ എന്ന് പുനർനാമകരണം ചെയ്ത വ്യക്തി ഗോതവർമ്മ രാജ. തിരുവനന്തപുരം ടെന്നീസ് ക്ലബിന്റെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിത്വമാരാണ്? ഗോതവർമ്മ രാജയാണ്. പഠിക്കുക. ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യയിൽ അംഗമായ ആദ്യത്തെ കേരളീയനായിരുന്നു ചോദിച്ചാൽ അത് ഗോതവർമ്മ രാജയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യയിലെ അംഗമായ ആദ്യത്തെ കേരളീയനായിരുന്നു ചോദിച്ചാൽ അത് ഗോതവർമ്മ രാജയാണ്. GV രാജ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ്. GV രാജ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ്. GV രാജ പുരസ്കാരത്തിന് സമ്മാനത്തുക 3 ലക്ഷം രൂപ. GV രാജ പുരസ്കാരത്തിന് സമ്മാനത്തുക എത്രയാ? 3 ലക്ഷം രൂപയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അഥവാ BCCAയുടെ ഇന്ത്യയിൽ അംഗമായ ആദ്യത്തെ കേരളീയനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗോതവർമ്മ രാജയാണ്. GV രാജ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ്. GV രാജ പുരസ്കാരത്തിന് സമ്മാനത്തുക 3 ലക്ഷം രൂപയാണ്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലെ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലെ കേരളത്തിലെ കായിക മേഖലയുടെ ഉന്നമനത്തിനായി ആരംഭിച്ച സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലെ. കേരളത്തിന്റെ കായിക മേഖലയുടെ ഉന്നമനത്തിനായി ആരംഭിച്ച സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസില്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പഠിച്ചോളനെ, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ രൂപീകൃതമായ വർഷം 1954. PSC ചോദിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ രൂപീകൃതമായ വർഷം 1954. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പുനഃസംഘടിപ്പിച്ച വർഷം 1974. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പുനഃസംഘടിപ്പിച്ച വർഷം ചോദിച്ചാൽ 1974. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചുകൊള്ളുക. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. കേരളത്തിലെ കായിക മേഖലയുടെ ഉന്നമനത്തിനായി ആരംഭിച്ച സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ രൂപീകൃതമായ വർഷം 1954. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പുനഃസംഘടിപ്പിച്ച വർഷം 1974. പഠിക്കുക. കേരള സ്പോർട്സ് ആക്ട് നിലവിൽ വന്ന വർഷം 2000. ഇമ്പോർട്ടന്റ് ആണ്. കേരള സ്പോർട്സ് ആക്ട് നിലവിൽ വന്ന വർഷം എത്രയാണ്? 2000. കേരള സ്പോർട്സ് നിയമങ്ങൾ നിലവിൽ വന്നത് 2008. ഇത് രണ്ടും പഠിച്ചോളനെ. കേരള സ്പോർട്സ് ആക്ട് നിലവിൽ വന്നത് എത്രയിലാ? 2000. കേരള സ്പോർട്സ് നിയമങ്ങളാണ് നിലവിൽ വന്നെങ്കിൽ 2008. കേരള സ്പോർട്സ് നിയമങ്ങൾ നിലവിൽ വന്നത് 2008. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ ചെയർമാൻ ഗോതവർമ്മ രാജ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു ഗോതവർമ്മ രാജ. ഏറ്റവും കൂടുതൽ കാലം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ ആയിരുന്ന വ്യക്തിത്വം ഗോതവർമ്മ രാജയാണ്. ഏറ്റവും കൂടുതൽ കാലം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തിത്വം ആരാണ്? ഗോതവർമ്മ രാജയാണ്. 2 തവണ കേരള സ്പോർട്സ് കൗൺസിലിന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് K പങ്കജാക്ഷനാണ്. പഠിച്ചോളനെ, 2 തവണ കേരള സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ ആയിരുന്ന വ്യക്തി ആരാണ്? K പങ്കജാക്ഷനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരള സ്പോർട്സ് ആക്ട് നിലവിൽ വന്ന വർഷം 2000. കേരള സ്പോർട്സ് നിയമങ്ങൾ നിലവിൽ വന്നത് 2008. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ ചെയർമാൻ ഗോതവർമ്മ രാജയാണ്. ഏറ്റവും കൂടുതൽ കാലം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ ആയിരുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ ഗോതവർമ്മ രാജ. 2 തവണ കേരള സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ ആയിരുന്ന വ്യക്തിത്വം ആരാണ്? K പങ്കജാക്ഷനാണ്. പഠിക്കുക. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ വനിതാ ചെയർമാനാണ് പത്മിനി തോമസ്. അവരെന്നാ അവരോഹിതയായത്? 2011 കേട്ടോ.
കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ വനിതാ ചെയർമാൻ ആരാണ്? പത്മിനി തോമസ് ആണ്. ഏതാ വർഷം? 2011 കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ രണ്ടാമത്തെ വനിതാ ചെയർമാൻ ആയിരുന്നു അഞ്ജു ബേബി ജോർജ്. വർഷം 2015. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ രണ്ടാമത്തെ വനിതാ ചെയർമാൻ ആരായിരുന്നു? അഞ്ജു ബോബി ജോർജ് ആയിരുന്നു. വർഷം 2015. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിലെ മൂന്നാമത്തെ വനിതാ ചെയർമാനാണ് മേഴ്സി കുട്ടൻ. 2019 കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിലെ മൂന്നാമത്തെ വനിതാ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് മേഴ്സി കുട്ടനാണ്. വർഷം 2019. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് യു ഷറഫ് അലിയാണ്. ആരാണ്? യു ഷറഫ് അലിയാണ്. പഠിക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്മിനി തോമസ് ആയിരുന്നു. വർഷം 2011. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ രണ്ടാമത് വനിതാ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് അഞ്ജു ബോബി ജോർജ് ആണ്. വർഷം 2015. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിലെ മൂന്നാമത്തെ വനിതാ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് മേഴ്സി കുട്ടനാണ്. വർഷം 2019. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? യു ഷറഫ് അലിയാണ്. ആരാണ്? യു ഷറഫ് അലിയാണ്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് കേരളവും കായിക താരങ്ങളുമാണ്. കേരളവും കായിക താരങ്ങളും ഈ ഭാഗത്തു നിന്നാണ് കൂടുതലായി ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് നമുക്കത് പഠിക്കണം സുഹൃത്തുക്കളെ. ശ്രദ്ധിച്ചിരിക്കുക. കേരളവും കായിക താരങ്ങളും. ആദ്യമായി നമുക്ക് പഠിക്കുവാനുള്ള കേരള കായിക താരമാണ് PT ഉഷ. ആരാണ്? PT ഉഷ. അതിൽ തന്നെ കേരളത്തിലെ വനിതാ കായിക താരങ്ങൾ ആദ്യം പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. അവരാണ് കൂടുതലായിട്ടും PSCയുടെ ചോദ്യമേഖലയിൽ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് കേരളത്തിലെ വനിതാ കായിക താരങ്ങൾ പഠിക്കാനുള്ളത് PT ഉഷയെ പറ്റിയാണ്. ഒരുപാട് ചോദ്യങ്ങൾ PSC PT ഉഷയുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. PT ഉഷയുടെ ജനനം 1964 ജൂൺ 27 PT ഉഷയുടെ ജനനം 1964 ജൂൺ 27 ജന്മസ്ഥലം പയ്യോളി, കോഴിക്കോട്. അതും പഠിച്ചോളാം. ജന്മസ്ഥലം എവിടെയാണ്? പയ്യോളി, കോഴിക്കോട്. പയ്യോളി എക്സ്പ്രസ് എന്നും ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നും അറിയപ്പെടുന്ന കായിക താരം PT ഉഷ. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. പയ്യോളി എക്സ്പ്രസ് എന്നും ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നും അറിയപ്പെടുന്ന കായിക താരം ചോദിച്ചാൽ PT ഉഷയാണ്. ഗോൾഡൻ ഗേൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കായിക താരം PT ഉഷയാണ്. പഠിച്ചോളനെ. ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരം ആരെന്ന് ചോദിച്ചാൽ PT ഉഷയാണ്. അതുപോലെ തന്നെ PT ഉഷയുടെ ഓട്ടോബയോഗ്രഫി അറിയപ്പെടുന്ന പേരും ഗോൾഡൻ ഗേൾ എന്ന് തന്നെയാണ് കേട്ടോ. PT ഉഷയുടെ ഓട്ടോബയോഗ്രഫി അറിയപ്പെടുന്ന പേരും ഗോൾഡൻ ഗേൾ എന്ന് തന്നെയാണ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. ആദ്യമായി നമ്മൾ പറഞ്ഞത് PT ഉഷയെ പറ്റിയിട്ടാണ്. PT ഉഷ ജനിച്ചതെന്ന 1964 ജൂൺ 27 PT ഉഷയുടെ ജന്മസ്ഥലം ചോദിച്ചാൽ അത് പയ്യോളി, കോഴിക്കോടാണ്. പയ്യോളി എക്സ്പ്രസ് എന്നും ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നും അറിയപ്പെടുന്ന കായിക താരം PT ഉഷയാണ്. ഗോൾഡൻ ഗേൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കായിക താരം PT ഉഷയാണ്. പഠിക്കുക. കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ വനിതാ കായിക താരം ആരെന്ന് ചോദിച്ചാൽ അത് PT ഉഷയാണ്. പഠിച്ചോളനെ. കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ വനിതാ കായിക താരമാരെന്ന് ചോദിച്ചാൽ അത് PT ഉഷയാണ്. PT ഉഷ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ആയിരുന്നു 1980 മോസ്കോ ഒളിമ്പിക്സ്. പഠിച്ചോളനെ. കൺഫ്യൂഷൻ ആവുന്ന മേഖലയാണ്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് നെഗറ്റീവ് വാങ്ങിച്ചു കൊടുത്ത മേഖലയാണിത്. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ വനിതാ കായിക താരം ചോദിച്ചാൽ അത് PT ഉഷയാണ്. അങ്ങനെ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ PT ഉഷ പങ്കെടുക്കാൻ പോയത് എത്രാമത്തെ ഒളിമ്പിക്സാ? 1980 മോസ്കോ ഒളിമ്പിക്സിലായിരുന്നു പങ്കെടുക്കാൻ പോയത്. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയും PT ഉഷ തന്നെയാണ്. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ അതും PT ഉഷ തന്നെയാണ്. അത് ഏത് ഒളിമ്പിക്സിലാ PT ഉഷ ഫൈനലിൽ എത്തിയത്? 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ വെച്ചായിരുന്നു. ഏതായിരുന്നു PT ഉഷയുടെ ഇനമെന്ന് ചോദിച്ചാൽ 400 മീറ്റർ ഹർഡിൽസിലായിരുന്നു. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഒന്നുകൂടി പറയാം. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ചോദിച്ചാൽ അത് PT ഉഷയാണ്. ഏത് ഒളിമ്പിക്സിൽ വെച്ചാണ് നമ്മുടെ PT ഉഷ ഫൈനലിൽ എത്തിയെന്ന് ചോദിച്ചാൽ 1984 ലോസ് ആഞ്ചലസിൽ നടന്ന ഒളിമ്പിക്സിൽ വെച്ചായിരുന്നു. അവിടെ PT ഉഷയുടെ ഇനം എന്തായിരുന്നു? 400 മീറ്റർ ഹർഡിൽസിലായിരുന്നു കേട്ടോ. 400 മീറ്റർ ഹർഡിൽസിലായിരുന്നു. പഠിക്കുക. രാജ്യസഭ ഉപാധ്യക്ഷൻ പാനലിൽ എത്തുന്ന ആദ്യ നോമിനേറ്റഡ് MP ആരെന്ന് ചോദിച്ചാൽ അത് PT ഉഷയാണ്. ഇമ്പോർട്ടന്റ് ആണ്. രാജ്യസഭ ഉപാധ്യക്ഷ പാനലിൽ എത്തുന്ന ആദ്യ നോമിനേറ്റഡ് MP ആരെന്ന് ചോദിച്ചാൽ അത് PT ഉഷയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിതാ കായിക താരം PT ഉഷ. PT ഉഷ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് 1980 മോസ്കോ ഒളിമ്പിക്സ് ആണ്.
ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത PT ഉഷ. ഏതിലാ എത്തിയത്? 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലായിരുന്നു നമ്മുടെ PT ഉഷ ഫൈനലിൽ എത്തിയത്. അവരുടെ ഇനം എന്തായിരുന്നു? 400 മീറ്റർ ഹർഡിൽസിലായിരുന്നു. 400 മീറ്റർ ഹർഡിൽസിലായിരുന്നു PT ഉഷ പങ്കെടുത്തത്. രാജ്യസഭ ഉപാധ്യക്ഷൻ പാനലിലെത്തുന്ന ആദ്യ നോമിനേറ്റഡ് MP ആരെന്ന് ചോദിച്ചാൽ PT ഉഷയാണ്. പഠിക്കുക. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത PT ഉഷ. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ അത് PT ഉഷയാണ്. PT ഉഷയുടെ കായിക പരിശീലകനാണ് OM നമ്പ്യാർ. ഇമ്പോർട്ടന്റ് ആണ്. PT ഉഷയുടെ കായിക പരിശീലകൻ ആരാണ്? OM നമ്പ്യാരാണ്. PT ഉഷ ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണവും 1 വെള്ളിയും കരസ്ഥമാക്കിയ വർഷം 1986. PT ഉഷ ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണവും അതുപോലെ 1 വെള്ളിയും കരസ്ഥമാക്കിയ വർഷം 1986 ഇത് PSC 1-2 പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത്. PT ഉഷ ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണവും 1 വെള്ളിയും കരസ്ഥമാക്കിയ വർഷം 1986. അസോസിയേഷൻ ഓഫ് അത്ലറ്റ്സ് ഫെഡറേഷൻ വെറ്ററൻ പിൻ പുരസ്കാരം നൽകി ആദരിച്ച ആദ്യ ഇന്ത്യൻ കായിക താരമാരെന്ന് ചോദിച്ചാൽ അത് PT ഉഷയാണ്. വർഷം 2019 ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചോളനെ. അസോസിയേഷൻ ഓഫ് അത്ലറ്റ്സ് ഫെഡറേഷൻ വെറ്ററൻ പിൻ പുരസ്കാരം നൽകി ആദരിച്ച ആദ്യ ഇന്ത്യൻ കായിക താരമാരാണ്? PT ഉഷയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ അത് PT ഉഷയാണ്. PT ഉഷയുടെ കായിക പരിശീലകൻ എന്നറിയപ്പെടുന്നത് OM നമ്പ്യാരാണ്. PT ഉഷ ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണവും 1 വെള്ളിയും കരസ്ഥമാക്കിയ വർഷം 1986. അസോസിയേഷൻ ഓഫ് അത്ലറ്റ്സ് ഫെഡറേഷന്റെ വെറ്ററൻ പിൻ പുരസ്കാരം നൽകി ആദരിച്ച ആദ്യത്തെ ഇന്ത്യൻ കായിക താരമാരാണ്? PT ഉഷയാണ്. വർഷം 2019. പഠിക്കുക. PT ഉഷയ്ക്ക് അർജുന അവാർഡ് ലഭിച്ച വർഷം 1983. PT ഉഷയ്ക്ക് അർജുന അവാർഡ് ലഭിച്ച വർഷം 1983. PT ഉഷയ്ക്ക് പത്മശ്രീ ലഭിച്ച വർഷം 1985. PT ഉഷയ്ക്ക് പത്മശ്രീ ലഭിച്ച വർഷം എത്രയാണ്? 1985 ആണ്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടി, കോഴിക്കോട്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊയിലാണ്ടി, കോഴിക്കോടാണ്. PT ഉഷ കോച്ചിങ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. PT ഉഷ കോച്ചിങ് സെന്റർ ആണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ തിരുവനന്തപുരത്തും. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊയിലാണ്ടി, കോഴിക്കോടുമാണ്. ഇമ്പോർട്ടന്റ് ആണ്. തമ്മിൽ തിരിഞ്ഞു പോവല്ലേ. ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ. PT ഉഷയ്ക്ക് അർജുന അവാർഡ് ലഭിച്ച വർഷം 1983. PT ഉഷയ്ക്ക് പത്മശ്രീ ലഭിച്ച വർഷം 1985. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊയിലാണ്ടി, കോഴിക്കോട് ജില്ല. PT ഉഷ കോച്ചിങ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. PT ഉഷ കോച്ചിങ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് അഞ്ജു ബോബി ജോർജ്. ആരാണ്? അഞ്ജു ബേബി ജോർജ്. ലോക അത്ലറ്റിക് ഫൈനൽ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആരെന്ന് ചോദിച്ചാൽ അത് അഞ്ജു ബോബി ജോർജ് ആണ്. പഠിച്ചോളെ. ലോക അത്ലറ്റിക് ഫൈനൽ മത്സരത്തിലെ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആരെന്ന് ചോദിച്ചാൽ അത് അഞ്ജു ബോബി ജോർജ് ആണ്. 2003 പാരീസിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ വെങ്കല മെഡൽ നേടിയ വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അഞ്ജു ബോബി ജോർജ് ആണ് കേട്ടോ. 2003 പാരീസിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ജമ്പിൽ വെങ്കല മെഡൽ നേടിയതാരെന്ന് ചോദിച്ചാൽ അഞ്ജു ബോബി ജോർജ് ആണ്. 2005 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ്. 2005 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ് ആണ്. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡന്റായി നിയമിതയായ വനിത അഞ്ജു ബോബി ജോർജ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡന്റായി നിയമിതയായ വനിത ആരെന്ന് ചോദിച്ചാൽ അത് അഞ്ജു ബോബി ജോർജ് ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. അഞ്ജു ബോബി ജോർജിനെ കുറിച്ച് സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലോക അത്ലറ്റിക് ഫൈനൽ മത്സരത്തിലെ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആരെന്ന് ചോദിച്ചാൽ അത് അഞ്ജു ബോബി ജോർജ് ആണ്. 2003 പാരീസിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിന് വെങ്കല മെഡൽ നേടിയതാരെന്ന് ചോദിച്ചാൽ അഞ്ജു ബോബി ജോർജ് ആണ്. 2005 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ്. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡന്റായി നിയമിതയായ വനിതയാണെന്ന് ചോദിച്ചാൽ അഞ്ജു ബോബി ജോർജ് ആണ്. പഠിക്കുക. അഞ്ജു ബോബി ജോർജിന് അർജുന അവാർഡ് ലഭിച്ച വർഷം 2002 ആണ്. അഞ്ജു ബോബി ജോർജിന് അർജുന അവാർഡ് ലഭിച്ച വർഷം 2002. അഞ്ജു ബോബി ജോർജിന് പത്മശ്രീ ലഭിച്ച വർഷം 2004. അഞ്ജു ബോബി ജോർജിന് പത്മശ്രീ ലഭിച്ച വർഷം എത്രയാണ്? 2004 ആണ്. അഞ്ജു ബോബി ജോർജിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അത്ലറ്റിനുള്ള BCC ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് 2021. പഠിച്ചോളനെ. അഞ്ജു ബോബി ജോർജിന് ഇന്ത്യയിലെ മികച്ച അത്ലറ്റിനുള്ള BCC ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചതെന്നാണ് 2021.
ഒന്നുകൂടി പറയാം. അഞ്ജു ബേബി ജോർജിന് അർജുന അവാർഡ് ലഭിച്ച വർഷം 2002, അഞ്ജു ബേബി ജോർജിന് പത്മശ്രീ ലഭിച്ച വർഷം 2004, അഞ്ജു ബേബി ജോർജിന് ഇന്ത്യയിലെ മികച്ച അത്ലറ്റിനുള്ള BCC ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് 2021 പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള വ്യക്തിത്വമാണ് സിനി ജോസ്. ആരാണ് സിനി ജോസ്? 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ 4x400 റിലേയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത വനിതയാരെന്ന് ചോദിച്ചാൽ അത് സിനി ജോസ് ആണ്. 2008 ബീജിംഗ് ഒളിമ്പിക്സിലെ 4x400 റിലേയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത വനിതയാരാണ്, അല്ലെങ്കിൽ മലയാളി വനിതയാരാണ്? അത് സിനി ജോസ് ആണ്. 2010 കോമൺവെൽത്ത് ഗെയിംസിൽ 4x400 റിലേയിൽ ഗോൾഡ് മെഡൽ ലഭിച്ച വനിതയാരെന്ന് ചോദിച്ചാൽ അത് സിനി ജോസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. 2010 കോമൺവെൽത്ത് ഗെയിംസിൽ 4x400 റിലേയിൽ ഗോൾഡ് മെഡൽ ലഭിച്ച വനിതയാരെന്ന് ചോദിച്ചാൽ അത് സിനി ജോസ് ആണ്. 2010 ഏഷ്യൻ ഗെയിംസിൽ 4x400 റിലേയിൽ ഗോൾഡ് മെഡൽ നേടിയ വനിതയാരെന്ന് ചോദിച്ചാൽ അത് സിനി ജോസ് ആണ്. തമ്മിൽ തെറ്റിപ്പോലെ. 2010 കോമൺവെൽത്ത് ഗെയിംസിൽ 4x400 റിലേയിൽ ഗോൾഡ് മെഡൽ നേടിയതാരെന്ന് ചോദിച്ചാൽ അതും സിനി ജോസ് തന്നെയാണ്. 2010 ഏഷ്യൻ ഗെയിംസിൽ 4x400 റിലേയിൽ ഗോൾഡ് മെഡൽ നേടിയ വനിതയാരെന്ന് ചോദിച്ചാലും അത് സിനി ജോസ് ആണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് KM ബീനാമോൾ. ആരാണ്? KM ബീനാമോൾ. ഒളിമ്പിക് സെമിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ അത് KM ബീനാമോൾ ആണ്. ഒളിമ്പിക് സെമിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ അത് KM ബീനാമോൾ ആണ്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 800 മീറ്ററിലെ 4x400 റിലേയിലും സ്വർണ്ണ മെഡൽ നേടിയ വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരാ? KM ബീനാമോൾ ആണ് കേട്ടോ. അപ്പോൾ ഒളിമ്പിക് സെമിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ KM ബീനാമോൾ ആണ്. ഏഷ്യൻ ഗെയിംസിലെ വനിതകളുടെ 800 മീറ്ററിലും അതുപോലെ തന്നെ 4x400 റിലേയിലും സ്വർണ്ണ മെഡൽ നേടിയ വനിത ആരെന്ന് ചോദിച്ചാൽ അത് KM ബീനാമോൾ ആണ്. പഠിക്കുക. അടുത്തത് നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് മയൂഖ ജോണി. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിത മയൂഖ ജോണി. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിത മയൂഖ ജോണിയാണ്. ട്രിപ്പിൾ ജമ്പിൽ ദേശീയ റെക്കോർഡ് നേടിയ വനിത ആരെന്ന് ചോദിച്ചാൽ മയൂഖ ജോണിയാണ്. ട്രിപ്പിൾ ജമ്പിൽ ദേശീയ റെക്കോർഡ് നേടിയ വനിത മയൂഖ ജോണി. ഏഷ്യൻ അത്ലറ്റിക് ട്രിപ്പിൾ ജമ്പിന് വെങ്കല മെഡൽ നേടിയ വനിത ആരെന്ന് ചോദിച്ചാൽ മയൂഖ ജോണിയാണ്. ഏഷ്യൻ അത്ലറ്റിക് ട്രിപ്പിൾ ജമ്പില് വെങ്കല മെഡൽ നേടിയ വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മയൂഖ ജോണിയാണ്. 2011 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വ്യക്തിഗത ഇനത്തിൽ ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ മയൂഖ ജോണിയാണ്. 2011 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ വ്യക്തിഗത ഇനത്തിന് ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത മയൂഖ ജോണിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിത മയൂഖ ജോണി. ട്രിപ്പിൾ ജമ്പിൽ ദേശീയ റെക്കോർഡ് നേടിയ വനിത ആരെന്ന് ചോദിച്ചാൽ മയൂഖ ജോണി. ഏഷ്യൻ അത്ലറ്റിക് ട്രിപ്പിൾ ജമ്പിൽ വെങ്കല മെഡൽ നേടിയ വനിത മയൂഖ ജോണി. 2011 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വ്യക്തിഗത ഇനത്തിൽ ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത മയൂഖ ജോണി. പഠിക്കുക. അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളതാണ് MD വത്സമ്മയാണ്. ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. MD വത്സമ്മ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടുന്ന രണ്ടാമത്തെ വനിതയും ആദ്യത്തെ മലയാളി വനിത അത്ലറ്റുമാരെന്ന് ചോദിച്ചാൽ അത് MD വത്സമ്മയാണ്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടുന്ന രണ്ടാമത്തെ വനിതയെന്നും അതുപോലെ ആദ്യത്തെ മലയാളി വനിത അത്ലറ്റ് ആരെന്നും ചോദിച്ചു കഴിഞ്ഞാൽ അത് MD വത്സമ്മയാണ്. 1982 9ാമത് ഏഷ്യൻ ഗെയിംസിലാണ് ഈ നേട്ടം കൈവരിച്ചത്. 1982 9ാമത് ഏഷ്യൻ ഗെയിംസിലാണ് നമ്മുടെ MD വത്സമ്മ എന്ത് ചെയ്തത്? സ്വർണ്ണ മെഡൽ നേടിയത്. 1982 ഏഷ്യൻ ഗെയിംസിന് വേദിയായത് ന്യൂഡൽഹി ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് 1982 9ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായത്. അതും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതയും ആദ്യത്തെ മലയാളി വനിത അത്ലറ്റുമാരെന്ന് ചോദിച്ചാൽ MD വത്സമ്മയാണ്. 1982 9ാമത് ഏഷ്യൻ ഗെയിംസിലാണ് ഈ നേട്ടം കൈവരിച്ചത്. 1982 ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? ന്യൂഡൽഹി ഇന്ത്യയായിരുന്നു. പഠിക്കുക. അടുത്തതാണ് CK ലക്ഷ്മണൻ. ആരാണ്? CK ലക്ഷ്മൺ. 1924 പാരീസ് സമ്മർ ഒളിമ്പിക്സിൽ ഹർഡിൽസ് വിഭാഗത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത മലയാളി എന്നറിയപ്പെടുന്നത് CK ലക്ഷ്മൺ ആണ്. 1924 പാരീസ് സമ്മർ ഒളിമ്പിക്സിൽ ഹർഡിൽസിൽ വിഭാഗത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത മലയാളി ആരാണ്? CK ലക്ഷ്മൺ ആണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്നറിയപ്പെടുന്നത് CK ലക്ഷ്മൺ ആണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്നറിയപ്പെടുന്നത് CK ലക്ഷ്മൺ ആണ്. CK ലക്ഷ്മണന്റെ ജന്മദേശം തലശ്ശേരി, കണ്ണൂർ ജില്ല. ഇമ്പോർട്ടന്റ് ആണ്. CK ലക്ഷ്മണന്റെ ജന്മദേശം ഏതാണ്? തലശ്ശേരി, കണ്ണൂർ ജില്ല. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. CK ലക്ഷ്മണിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 1924 പാരീസ് സമ്മർ ഒളിമ്പിക്സിൽ ഹർഡിൽസ് വിഭാഗത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത മലയാളി CK ലക്ഷ്മൺ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്നറിയപ്പെടുന്നത് CK ലക്ഷ്മൺ ആണ്. CK ലക്ഷ്മണന്റെ ജന്മദേശം തലശ്ശേരി, കണ്ണൂരാണ്. പഠിക്കുക.
അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ടി എം വർഗീസ്. ആരാണ് ടി എം വർഗീസ്? കേരളത്തിൽ നിന്നുള്ള പ്രശസ്തനായ ഫുട്ബോൾ താരമാണ് ടി എം വർഗീസ്. പഠിച്ചോളനെ, പ്രീവിയസ് ആണ്. കേരളത്തിൽ നിന്നുള്ള പ്രശസ്തനായിട്ടുള്ള ഫുട്ബോൾ താരമാണ് ടി എം വർഗീസ്. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് ടി എം വർഗീസ് ആണ്. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച വ്യക്തി ആരാണ്? ടി എം വർഗീസ് ആണ്. ഫുട്ബോൾ വിഭാഗത്തിലെ ആദ്യ ഒളിമ്പിക്സ് താരം എന്നറിയപ്പെടുന്നത് ടി എം വർഗീസ് ആണ്. ഫുട്ബോൾ വിഭാഗത്തിലെ ആദ്യ ഒളിമ്പിക്സ് താരം എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ടി എം വർഗീസ് ആണ്. ഇന്ത്യയിൽ നിന്നാണ് കേട്ടോ, അത് ശ്രദ്ധിച്ചോളെ. ഇന്ത്യയിൽ നിന്നുള്ള ഫുട്ബോൾ വിഭാഗത്തിലെ ആദ്യത്തെ ഒളിമ്പിക്സ് താരം എന്നറിയപ്പെടുന്നത് ടി എം വർഗീസ് ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം, ടി എം വർഗീസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിൽ നിന്നുള്ള പ്രശസ്തനായ ഫുട്ബോൾ താരമാണ് ടി എം വർഗീസ്. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് ടി എം വർഗീസ് ആണ്. ഫുട്ബോൾ വിഭാഗത്തിലെ ആദ്യത്തെ ഒളിമ്പിക്സ് താരം എന്നറിയപ്പെടുന്നത് ടി എം വർഗീസ് ആണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് പി ബി മുഹമ്മദ് സാലി. ആരാണ്? പി ബി മുഹമ്മദ് സാലി. 1952 ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗം ആരെന്ന് ചോദിച്ചാൽ അത് പി ബി മുഹമ്മദ് സാദിയാണ് കേട്ടോ. 1952 ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗം ആരെന്ന് ചോദിച്ചാൽ അത് പി ബി മുഹമ്മദ് സാലിയാണ്. 1951 ഡൽഹിയിൽ നടന്ന ഏഷ്യ ഫൈനൽ മെഡൽ നേടിയ ടീം അംഗമാണെന്ന് ചോദിച്ചാൽ അതും നമ്മുടെ പി ബി മുഹമ്മദ് സാലിയാണ് കേട്ടോ. അപ്പോ 1952 ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ഉണ്ടായിരുന്ന മലയാളി അംഗമാരെന്ന് ചോദിച്ചാൽ അത് പി ബി മുഹമ്മദ് സാലി ആയിരുന്നു. അതുപോലെ തന്നെ 1951 ഡൽഹിയിൽ നടന്ന ഏഷ്യ ഫൈനൽ മെഡൽ നേടിയ ടീമിന്റെ അംഗമായിരുന്ന മലയാളി ആരെന്ന് ചോദിച്ചാലും അത് പി ബി മുഹമ്മദ് സാലിയാണ്. പഠിക്കുക. ഐ എം വിജയൻ. കാലാഹിരാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം ആരെന്ന് ചോദിച്ചാൽ അത് ഐ എം വിജയനാണ്. പഠിച്ചോളനെ. കാലാഹിരാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം ആരെന്ന് ചോദിച്ചാൽ അത് ഐ എം വിജയനാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം ഐ എം വിജയനാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം ആരെന്ന് ചോദിച്ചാൽ അത് ഐ എം വിജയനാണ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. കാലാഹിരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയനാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരമാരാണ് ഐ എം വിജയൻ. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് മാനുവൽ ഫെഡറിക്. ആരാണ്? മാനുവൽ ഫെഡറിക്. മാനുവൽ ഫെഡറിക് എന്ന് പറയുന്നത് ഒരു ഹോക്കി പ്ലെയർ ആണ് കേട്ടോ. ഇദ്ദേഹം ഒരു ഹോക്കി പ്ലെയർ ആണ്. 1972 മ്യൂണിച്ച് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ ഗോൾ കീപ്പർ ആരെന്ന് ചോദിച്ചാൽ അത് മാനുവൽ ഫെഡറിക് ചോദിച്ചിട്ടുണ്ട്. 1972 മ്യൂണിച്ച് ഒളിമ്പിക്സിലെ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മാനുവൽ ഫെഡറിക് ആണ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ മലയാളി എന്നറിയപ്പെടുന്നത് മാനുവൽ ഫെഡറിക്. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് പി ആർ ശ്രീജേഷ്. ആരാണ്? പി ആർ ശ്രീജേഷ്. പ്രശസ്തനായ കേരള ഹോക്കി പ്ലെയർ ആണ് പി ആർ ശ്രീജേഷ്. പഠിച്ചോണേ, പ്രശസ്തനായിട്ടുള്ള കേരള ഹോക്കി പ്ലെയർ ആണ് പി ആർ ശ്രീജേഷ്. 2012, 2016 ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കി വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പി ആർ ശ്രീജേഷ് ആണ് കേട്ടോ. 2012, 2016 ഒളിമ്പിക്സുകളിൽ പുരുഷ ഹോക്കി വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തിരുന്ന മലയാളി വ്യക്തിത്വമാരാണ്? നമ്മുടെ പി ആർ ശ്രീജേഷ് ആണ്. 2014 ഏഷ്യൻ ഗെയിംസിൽ ഹോക്കിയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് പി ആർ ശ്രീജേഷ് ആണ്. 2014 ഏഷ്യൻ ഹോക്കിയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത മലയാളി അല്ലെങ്കിൽ വ്യക്തിത്വമാരാണ്? പി ആർ ശ്രീജേഷ് ആണ്. 2016 ലോക പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ നേടിക്കൊടുത്ത ടീം ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പി ആർ ശ്രീജേഷ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. 2016 ലോക പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ നേടിക്കൊടുത്ത ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? പി ആർ ശ്രീജേഷ് ആയിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പ്രശസ്തനായ കേരള ഹോക്കി പ്ലെയർ ആണ് പി ആർ ശ്രീജേഷ്. 2012, 2016 ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കി വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത വ്യക്തിയാരെന്ന് ചോദിച്ചാൽ പി ആർ ശ്രീജേഷ് ആണ്. 2014 ഏഷ്യൻ ഗെയിംസിൽ ഹോക്കിയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് പി ആർ ശ്രീജേഷ്. 2016 ലോക പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പില് ഇന്ത്യക്ക് വെള്ളി മെഡൽ നേടിക്കൊടുത്ത ടീം ക്യാപ്റ്റൻ ആരാണ്? പി ആർ ശ്രീജേഷ് ആണ്. പഠിക്കുക. 2016 നടന്ന റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ പി ആർ ശ്രീജേഷ് ആണ്. 2016 നടന്ന റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ പി ആർ ശ്രീജേഷ് ആണ്. അതുപോലെ തന്നെ 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ നേടിക്കൊടുത്ത വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് പി ആർ ശ്രീജേഷ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ നേടിക്കൊടുത്ത വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് പി ആർ ശ്രീജേഷ് ആണ്.
ഏറ്റവും കറണ്ട് അഫേഴ്സ് ആയിട്ട് ഒരു പോയിന്റ് കൂടെ പഠിക്കാനുണ്ട്. 2024 പാരീസിൽ നടന്ന ഇപ്പോഴത്തെ സമ്മർ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് വെങ്കല മെഡൽ നേടിയ ഹോക്കി ടീം ക്യാപ്റ്റൻ അംഗമാരായിരുന്നു PR ശ്രീജേഷ് ആയിരുന്നു. 2024 പാരീസിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിലെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് വെങ്കല മെഡൽ നേടിയ ഹോക്കി ടീം അംഗമാരായിരുന്നു നമ്മുടെ PR ശ്രീജേഷ് ആയിരുന്നു പഠിക്കുക. അപ്പോ 2016 നടന്ന റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ PR ശ്രീജേഷ് ആണ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ നേടിക്കൊടുത്ത വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ PR ശ്രീജേഷ് ആണ്. 2024 പാരീസിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയ ഹോക്കി ടീം അംഗമാരാണ് നമ്മുടെ PR ശ്രീജേഷ് ആണ് പഠിക്കുക. അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.